സാധാരണയായി ഇന്ത്യൻ ടീമിൽ താരങ്ങളുടെ ഫിറ്റ്നസ് അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്നത് യോയോ ടെസ്റ്റാണ്. എന്നാൽ ഇപ്പോൾ യോയോ ടെസ്റ്റിന് പകരം പുതിയ ഒരു ഫിറ്റ്നസ് രീതി മുൻപിലേക്ക് വെച്ചിരിക്കുകയാണ് ഗംഭീറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം. റഗ്ബി പോലെയുള്ള കായികങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്രോങ്കോ ടെസ്റ്റ് അനുസരിച്ചാവും ഈ ഇന്ത്യൻ താരങ്ങളുടെ ഫിറ്റ്നസ് അളക്കുന്നത്. എന്താണ് ബ്രോങ്കോ ടെസ്റ്റ് എന്ന് നോക്കാം. ബ്രോങ്കോ ടെസ്റ്റ് പ്രധാനമായും ഓട്ടത്തിന് പ്രാധാന്യം നൽകുന്ന പരിശീലനമാണ്. സാധാരണയായി റഗ്ബിയിലും അതുപോലെയുള്ള മറ്റ് കായികങ്ങളിലും താരങ്ങളുടെ സ്റ്റാമിന, സ്പീഡ്, മാനസിക ശക്തി എന്നിവ ചെക്ക് ചെയ്യുന്നതിനാണ് ബ്രോങ്കോ ടെസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഇത് വളരെ ലളിതമായ രീതിയാണെങ്കിലും മൈതാനത്ത് ഇതിൽ വിജയിക്കുക എന്നത് അല്പം പ്രയാസകരമാണ്. എങ്ങനെയാണ് ബ്രോങ്കോ ടെസ്റ്റ് നടത്തുന്നതെന്ന് നോക്കാം. ഒരു കളിക്കാരൻ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 20 മീറ്റർ, 40 മീറ്റർ, 60 മീറ്റർ എന്നീ ദൂരങ്ങളിൽ ഓരോ മാർക്കുകൾ ഉണ്ടാവും. ആ താരം ആദ്യം 60 മീറ്റർ മാർക്കിൽ ഓടിയെത്തുകയും ശേഷം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുകയും ചെയ്യണം. ശേഷം അടുത്തതായി 40 മീറ്റർ മാർക്കിലെത്തുകയും തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരികയും ചെയ്യണം. പിന്നീട് 20 മീറ്റർ പോയിന്റിലേക്ക് ഓടിയെത്തുകയും തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നിൽക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ ഒരു തവണ ചെയ്താൽ അത് ഒരു സെറ്റായി മാറും. ഇങ്ങനെ 5 സെറ്റുകൾ അടങ്ങിയ പരിശീലന രീതിയാണ് ബ്രോങ്കോ ടെസ്റ്റ്. ഈ 5 സെറ്റുകൾ പൂർത്തീകരിക്കുമ്പോൾ ആ താരം 1200 മീറ്ററുകൾ ഓടിയിട്ടുണ്ടാവും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കുന്നയാൾ ബ്രോങ്കോ ടെസ്റ്റിൽ വിജയിയായി മാറും. നിലവിൽ ന്യൂസിലാൻഡ് പോലെയുള്ള ക്രിക്കറ്റ് ടീമുകൾ തങ്ങളുടെ താരങ്ങളുടെ ഫിറ്റ്നസ് അളക്കുന്നതിനായി ബ്രോങ്കോ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ ടീമിന് ഇത് ഏത് തരത്തിൽ ഗുണം ചെയ്യുമെന്നത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു.